ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NBSK മീഡിയ. സാധാരണ ആരെങ്കിലുമൊക്കെ മൂവിയുടെ അപ്ഡേറ്റ്സ് കമന്റ് ചോദിച്ചാൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ആക്കി ചെയ്ത് കൊടുക്കാനാണ് പതിവ്. ഇതിപ്പോൾ കുറച്ചധികം കമന്റ്സ് വന്നതുകൊണ്ട് ഒരു ഫുൾ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, റാം. ജിത്തു ജോസഫ് തിരക്കഥയും സംവിധാനം ചെയ്യുന്ന ചിത്രം. ലാലേട്ടൻ നായകൻ, തൃഷ നായിക. 2 പാർട്ടായിട്ട് വരുന്ന മലയാളത്തിൽ വരാനിരിക്കുന്ന ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് മൂവി. 140 കോടിയാണ് ചിത്രത്തിന്റെ ടോട്ടൽ ബഡ്ജറ്റ്. ചിത്രം കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളെല്ലാം തന്നെ സെക്കൻഡ് പാർട്ടായിരുന്നു. സെക്കൻഡ് പാർട്ട് ഏകദേശം 90% ഷൂട്ടിംഗ് കഴിഞ്ഞു. ഇനിയുള്ളത് ഫസ്റ്റ് പാർട്ടിലെ ഷൂട്ടിംഗ് ആണ് ബാക്കിയുള്ളത്. കുറച്ച് ഇഷ്യൂസ് കാരണം ഷൂട്ടിംഗ് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോ ഇഷ്യൂസ് ഒക്കെ ഏകദേശം തീർന്നു തുടങ്ങിയെന്ന് പറയുന്നു. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉടനെ തന്നെ ആരംഭിക്കും. ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ അടുത്തത് ലാലേട്ടൻ ജിത്തു ജോസഫിൽ വരാവുന്ന ചിത്രം റാം തന്നെയായിരിക്കും. അടുത്തത് കൂലി 2. 2025 ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ തമിഴ് ചിത്രം. രജനീകാന്ത്, സൗമിൻ ഷാഹ്, നാഗാർജുന, ഉപേന്ദ്ര എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ എത്തിക്കുന്നത്. ചിത്രം 400 കോടിയായിരുന്നു ബഡ്ജറ്റ്. ബോക്സ് ഓഫീസിൽ നിന്ന് 600 കോടിയോളം വേൾഡ് വൈഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. ചിത്രം ഒരു ഫ്ലോപ്പ് ആയിരുന്നു. എന്നാലും ഇതിന് 2ാം ഭാഗം ഉണ്ടാവില്ല. ഇത് ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തതാണ്. അടുത്തത് ജയ് ഹനുമാൻ. 2024 പ്രകാശ് വർമ്മയുടെ സംവിധാനത്തിൽ തേജസജ്ജ നായകനായി തെലുങ്കിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഹനുമാൻ. 40 കോടി ബഡ്ജറ്റിൽ വന്ന ചിത്രം 300 കോടി രൂപയോളമാണ് ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തത്. ചിത്രം വമ്പൻ ഹിറ്റായിരുന്നു. അതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമെന്ന് പണം തീരുമെന്ന് നമുക്ക് മനസ്സിലാവും. സെക്കൻഡ് പാർട്ട് നായകനായിട്ട് വരുന്നത് നമ്മുടെ ഋഷഭ് ഷെട്ടിയാണ്. അത് 2026 തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കും. നെക്സ്റ്റ് വൺ, ലോർഡ് മാർക്കോ. 2024 ഹനീഫ് അദയുടെ സംവിധാനത്തിൽ ഷെരീഫ് മുഹമ്മദ് പ്രൊഡ്യൂസ് ചെയ്ത ചിത്രമായിരുന്നു മാർക്കോ. ഉണ്ണിമുഖത്തനായിരുന്നു ചിത്രത്തിലെ നായകനായിട്ട് വന്നിരുന്നത്. ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ ഹിറ്റായിരുന്നു. മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ വയലന്റ് മൂവിയായിരുന്നു മാർക്കോ. മാർക്കോയ്ക്ക് 2ാം ഭാഗം ഉണ്ടാകുമെന്ന് ചിത്രം തീരുമെന്ന് തന്നെ ഹിന്റ് തന്നിട്ടാണ് അവസാനിക്കുന്നത്. എന്നാൽ അതിനുശേഷം അവർ പറഞ്ഞിരുന്നു ഇതിന് 2ാം ഭാഗം ഉണ്ടാവില്ല. ഇപ്പോ ക്യൂബ്സ് എന്റർടൈൻമെന്റ്, അതായത് ഷെരീഫ് മുഹമ്മദിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ ക്യൂബ്സ് എന്റർടൈൻമെന്റ് ലോർഡ് മാർക്കോ എന്ന പേര് ഫിലിം ചേംബറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ ഇതിൽ നായകനായിട്ട് വരുന്നത് തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ യാഷ് ആയിരിക്കുമെന്ന് ഒരു റൂമർ കേൾക്കുന്നുണ്ട്. അത് സ്ഥിരീകരിക്കുന്ന രീതിയിൽ മാർക്കോയുടെ ഒഫീഷ്യൽ പേജായ ഇൻസ്റ്റാഗ്രാം പേജ് യാഷിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഉണ്ണിമോനെ അൺഫോളോ ചെയ്യുകയും ചെയ്ത്. ഇതിന്റെ കൂടെ തന്നെ മമ്മൂക്കേനെയും ലാലേട്ടനെയും പൃഥ്വിരാജിനെയും ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇവരുടെ എല്ലാവരെയും പേര് റൂമറായിട്ട് കേൾക്കുന്നുണ്ട്. രജിസ്റ്റർ ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടവർ യാഷാണെങ്കിലും ഇപ്പോൾ കൂടുതൽ പരിഗണിക്കുന്ന പൃഥ്വിരാജിനെയാണെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും മാർക്കോ 2 ഉണ്ടാവും. നെക്സ്റ്റ് വൺ, ആട് 3. വമ്പ ഹിറ്റായി മാറിയ ആട് സീരീസിന്റെ അടുത്ത പാർട്ട് ആട് 3. 2015 ആട് 1 റിലീസായി. മിഥുൻ മാനുവൽ തോമസ് തിരക്കഥയും സംവിധാനം ചെയ്ത ചിത്രം. ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ വിജയ് ബാബു വരുന്ന ചിത്രം പ്രൊഡ്യൂസ് ചെയ്തത്. ആട് 1 തിയേറ്ററിൽ ഒരു ഫ്ലോപ്പ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം OTTയിലും കാസറ്റ് ഒക്കെ ഇറങ്ങിയ സമയത്ത് ഹിറ്റായി മാറി. അതിനുശേഷം 2017 ആട് 2 റിലീസായി. അത് തിയേറ്ററിൽ വമ്പൻ ഹിറ്റായിരുന്നു. അതിനുശേഷം ആട് 3യുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നതാണ്. ഇപ്പോ ആട് 3 മാർച്ച് 19, 2026 റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 1ഉം 2വിനെ അപേക്ഷിച്ച് മറ്റൊരു വ്യത്യസ്ത ജോണറിലായിരിക്കും 3 വരുന്നത്. ഇതൊരു കോമഡി ഫാന്റസി ചിത്രമായിരിക്കും. ടൈം ട്രാവൽ മൂവിയാണെന്ന് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തതാണ്. ഇതിന് പ്രൊഡക്ഷൻ കമ്പനി വേണു കുണ്ടംപള്ളിയുടെ കാവ്യ ഫിലിംസും ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് റംബാൻ ആൻഡ് കൈദി 2. റംബാൻ ലാലേട്ടനെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത ചിത്രമായിരുന്നു റംബാൻ. ഇതിന്റെ തിരക്കഥ ചെമ്മ വിനോദായിരുന്നു. ആദ്യം ഇതിന്റെ ഒഫീഷ്യൽ പോസ്റ്റർ റിലീസ് ചെയ്തതാണ്. അതിനുശേഷം ചിത്രം ഉപേക്ഷിക്കാൻ പോവാണെന്നൊരു റൂമർ വന്നായിരുന്നു. അതിന് പിന്നീട് ഇതിൽ ലാലേട്ടൻ പിന്മാറി വേറൊരു നായകയാണ് പരിഗണിക്കുന്നതെന്ന് പറയപ്പെടുന്നു. ഇതാണ് അവസാനം നൽകിയ അപ്ഡേറ്റ്. ഇതിൽ സജിൻ ഗോപുവിന്റെ പേരാണ് ഇപ്പൊ നിലവിൽ പറയപ്പെടുന്നത്. ഇനി കൈദി 2. 2019 ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് വമ്പ ഹിറ്റായി മാറിയ കൈദി. കാർത്തിയായിരുന്നു ഇതിലെ നായകൻ. 2 ഉണ്ടാകുമെന്ന് ഒഫീഷ്യൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കുറെ കാലം നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. ഇപ്പൊ കുറച്ചധികം പ്രശ്നങ്ങൾ കാരണം ഇതിന്റെ ഷൂട്ടിംഗ് നീണ്ടു പോവായിരുന്നു. നിലവിൽ ഇപ്പോൾ പടം ഉപേക്ഷിച്ചെന്നാണ് റൂമർ വരുന്നത്. ഒഫീഷ്യൽ കൺഫർമേഷൻ അല്ല. ഇതിലേക്ക് ലോകേഷ് ചോദിച്ചിരിക്കുന്ന റെമ്യൂണറേഷൻ 75 കോടിയാണെന്നാണ് പറയുന്ന റൂമർ. അറിയില്ല, വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ വരാം, വരാതിരിക്കാം. അടുത്തത് കൽക്കി 2. പ്രഭാസിനെ നായകനാക്കി നാഗാശ്വിൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കൽക്കി 2898 AD. മഹാഭാരതത്തിന് ബേസ് ചെയ്താണ് ചിത്രം എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിൽ അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ, ദുൽഖർ സൽമാൻ എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങൾ എത്തുന്നുണ്ട്. ചിത്രത്തിന് 2ാം ഭാഗം ഉണ്ടാവുമെന്ന് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിന്റെ ഷൂട്ടിംഗ് ഒക്ടോബറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. പ്രഭാസ് 2026 ജാനുവരിയിൽ ജോയിൻ ചെയ്യും.
അടുത്ത് പറക്കും പപ്പൻ ആൻഡ് ഐ ആം ഗേ. പറക്കും പപ്പൻ 2018 അനൗൺസ് ചെയ്ത ചിത്രമായിരുന്നു പറക്കും പപ്പൻ. ദിലീപാണ് ചിത്രത്തിൽ നായകനായിട്ട് വരുന്നത്. ഇതൊരു സൂപ്പർ ഹീറോ മൂവിയായിരുന്നു. VM വിഷ്ണുവാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഒരു വിന്റേജ് സൂപ്പർ ഹീറോ ആയിട്ടായിരിക്കും ദിലീപ് എണ്ണീൻ്റെ അത് വരുന്നത്. അത് ഒഫീഷ്യലായിട്ട് ആദ്യം അനൗൺസ് ചെയ്തതാണ്. അതിനുശേഷം ഇതിന്റെ ഷൂട്ടിംഗ് കുറെ കാലം നീണ്ടുപോയി. ഇതിന്റെ പ്രൊഡക്ഷൻ ഹൗസിന്റെ പ്രശ്നം കാരണമാണ് ഷൂട്ടിംഗ് ഡിലേ ആയെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ മറ്റ് 2 പ്രൊഡക്ഷൻ ഹൗസ്, അതായത് ഗോകുലം മൂവീസും ഗ്രാൻഡ് പ്രൊഡക്ഷൻസും കൂടെ ചിത്രത്തിലേക്ക് ഇന്നായിട്ടുണ്ട്. അതുകൊണ്ട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. മിക്കവാറും ദിലീപ് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന പടം പറക്കും പപ്പനായിരിക്കും. ഐ ആം ഗേ. ആർഡിക്സിന് ശേഷം നെഹാ സിദ്ധാർത്ഥ് സംവിധാനം ചെയ്യുന്ന ചിത്രം, ദുൽഖർ സൽമാൻ നായകൻ, വമ്പൻ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ് ചിത്രത്തിലുള്ളത്. ചിത്രം ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. മലയാളികൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം. ദുൽഖർ സൽമാന്റെ മലയാളത്തിലേക്ക് ഒരു കംബാക്ക്, അങ്ങനെ കുറേയധികം പ്രത്യേകതയുള്ള സിനിമയാണ് ഐ ആം ഗേ. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിത്രം റിലീസിന് പ്ലാൻ ചെയ്യുന്നത് 2026 മിഡിൽ, അതായത് ഓഗസ്റ്റ് ജൂലൈ ടൈമിലേക്കാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ്, ഷൂട്ടിംഗിലേക്ക് അൻപരവ് മാസ്റ്റേഴ്സ് ഇന്നായിട്ടുണ്ട്. അടുത്തത് കത്തനാർ ആൻഡ് കുറുപ്പ്. ഹോം എന്ന ചിത്രത്തിന് ശേഷം റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രം കത്തനാർ. ജയസൂര്യയാണ് നായകനായിട്ട് വരുന്നത്. നായികയായിട്ട് അനുഷ്ക ഷെട്ടി. മലയാള സിനിമ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് കത്തനാർ. ഇതിന്റെ ഡബിംഗ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ടിംഗ് ഓൾറെഡി എല്ലാം കംപ്ലീറ്റ് ആയതാണ്. ഇപ്പൊ നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്നു. ഒക്ടോബർ ലാസ്റ്റിലേക്കാണ് ചിത്രം റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ചിലപ്പോൾ അത് മാറാനും സാധ്യതയുണ്ട്. അടുത്ത കറുപ്പ്. RJ ബാലാജിയുടെ സംവിധാനത്തിൽ സൂര്യ നായകനാണ് ചിത്രം കറുപ്പ്. മമിത ബൈജു ഒരു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയി. ഇപ്പോഴും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുകയാണ്. ഇതിന്റെ ടീസർ ഓൾറെഡി റിലീസ് ചെയ്തതാണ്. ചിത്രം ആദ്യം പ്ലാൻ ചെയ്തത് ജനുവരിയിലേക്കായിരുന്നു. ഇപ്പൊ നിലവിൽ അത് ഏപ്രിൽ ലാസ്റ്റിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. 2026 ഏപ്രിൽ ലാസ്റ്റിലേക്ക് കറുപ്പ് റിലീസ് ചെയ്യും. അടുത്തത് ജനനായകൻ. H. വിനോദിന്റെ സംവിധാനത്തിൽ ദളപതി വിജയ് നായകനാകുന്ന ചിത്രം. ചിത്രത്തിൽ പൂജ ഹെഡ്ജ്, മമിത ബൈജു എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങൾ എത്തുന്നത്. ചിത്രത്തിൽ വലിയൊരു കാസ്റ്റ് തന്നെയുണ്ട്. വിജയുടെ കരിയറിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് മൂവി എന്ന് പറയപ്പെടുന്ന ചിത്രമാണ് ജനനായകൻ. ചിലപ്പോൾ ഇതിനുശേഷം വിജയ് സിനിമയിലേക്ക് ഇല്ലാന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ചിത്രം ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയതാണ്. ഉടനെ തന്നെ ഇതിന്റെ ടീസറും ട്രെയിലറും വരാൻ സാധ്യതയുണ്ട്. ചിത്രം ജനുവരി 9 റിലീസിന് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നിലവിലുള്ള അപ്ഡേറ്റ്സ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും മൂവിയുടെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കുക. ഇനി പുതിയ മൂവിയുടെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ മസലാമ.